ഏന്തറിൻ്റെ സ്ട്രക്ചർ നമ്മൾ പഠിച്ചു. ഏന്തറിൻ്റെ സ്ട്രക്ചറിനുള്ളിൽ നമ്മൾ പറഞ്ഞു 4 ടെട്രാഗണൽ സ്ട്രക്ചറാണെന്ന് പറഞ്ഞു. ആ ടെട്രാഗണൽ സ്ട്രക്ചറിനുള്ളിൽ മൈക്രോസ്പൊറാഞ്ചിയം ഡെവലപ്പ് ചെയ്യുന്നു പറഞ്ഞു. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ മൈക്രോസ്പൊറാഞ്ചിയത്തിൻ്റെ ട്രാൻസ്വേഴ്സ് സെക്ഷൻ TS എടുക്കുകയാണെങ്കിൽ അതിൻ്റെ സ്ട്രക്ചറാണ് ഇവിടെ കൊടുത്തത്. TS ഓഫ് ടിപ്പിക്കൽ മൈക്രോസ്പൊറാഞ്ചിയം. ഒരു മൈക്രോസ്പൊറാഞ്ചിയം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഔട്ട്ലൈൻ ഷേപ്പ് വന്നിട്ട് സർക്കുലർ ആയിരിക്കും. ഇറ്റ് ഈസ് സർക്കുലർ ഇൻ ഔട്ട്ലൈൻ. ഈ മൈക്രോസ്പൊറാഞ്ചിയത്തിന് 4 വോൾ ലെയേഴ്സ് ഉണ്ട്. 4 കവറിങ്ങുകൾ ഈ മൈക്രോസ്പൊറാഞ്ചിയത്തിന് കാണാൻ പറ്റും. സോ സർക്കുലർ ഷേപ്പാണ്, അതിന് 4 വോൾ ലെയേഴ്സ് ഉണ്ടായിരിക്കും. അതിൽ ഔട്ടറായിട്ട് കാണുന്ന 3 ലെയറുകളും പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ്. ഏന്തറിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനാണ് ഔട്ടറായിട്ട് കാണുന്ന 3 ലെയറുകളും. ഏതൊക്കെയാണ്? 4 ലെയർ നമുക്ക് ആദ്യം നോക്കാം. ഏറ്റവും ഔട്ടർ ലെയറാണ് എപ്പിഡാമിസ്. ഔട്ടർ ലെയർ നമുക്ക് ഇതിൽ കാണാൻ പറ്റും. എന്താ? എപ്പിഡാമിസ്. ഇതൊരു യങ് ആന്തർ. ഒരു ആന്തർ വളരെ യങ് ആയിട്ടിരിക്കുമ്പോൾ ഉള്ള അതിൻ്റെ സ്ട്രക്ചറാണിത്. ഔട്ടർ ലെയർ എപ്പിഡാമിസ് ആണ്. അത് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലുള്ള ലെയറാണ് എൻഡോതീസിയം. ഔട്ടർ ലെയർ എപ്പിഡാമിസ്, അതിൻ്റെ ഉള്ളിൽ കാണുന്ന ഈ ലെയറാണ് എൻഡോതീസിയം. ഈ എൻഡോതീസിയം കഴിഞ്ഞാൽ മിഡിലിൽ കുറച്ച് ലെയേഴ്സുകളുണ്ട്, അതാണ് മിഡിൽ ലെയേഴ്സ്. സോ നമ്മുടെ എപ്പിഡാമിസ് ഔട്ടർ ലെയർ, എൻഡോതീസിയം അതിൻ്റെ ഉള്ളിലായിട്ട് കാണുന്ന ലെയർ, അതിൻ്റെയും ഉള്ളിലായിട്ട് മിഡിൽ ലെയേഴ്സ് കാണും. ഈ എപ്പിഡാമിസും എൻഡോതീസിയവും മിഡിൽ ലെയേഴ്സും ഈ 3 വോൾ ലെയറാണ്. ഔട്ടറായിട്ട് കാണുന്ന 3 വോൾ ലെയറാണ്. ഈ 3 വോൾ ലെയറാണ് നമ്മുടെ ഏന്തറിനെ പ്രൊട്ടക്റ്റ് ചെയ്യണത്. പ്രൊട്ടക്ഷൻ മാത്രമല്ല, നമ്മുടെ ഏന്തർ ഡിസ്പേഴ്സ് ചെയ്യുമ്പോൾ, ഡെഹിസ് ഔട്ട് ചെയ്യുമ്പോൾ, പോളനെ റിലീസ് ചെയ്യുന്ന സമയത്ത് സഹായിക്കുന്ന 3 വോൾ ലെയേഴ്സാണ്. പ്രൊട്ടക്ഷൻ ആൻഡ് ഹെൽപ്പ് ഇൻ ഡെഹിസൻസ് ഓഫ് ഏന്തർ. ഏന്തറിനെ അതിൽ നിന്ന് ഇവിടെ നിന്ന് മൂവ് ചെയ്യിക്കാനായിട്ട് സഹായിക്കുന്ന 3 വോൾ ലെയേഴ്സ് കൂടിയാണ് എപ്പിഡാമിസും എൻഡോതീസിയവും മിഡിൽ ലെയേഴ്സും. ഈ സ്ട്രക്ചർ വരയ്ക്കുമ്പോൾ അതിൽ ഒറ്റ മൈക്രോസ്പൊറാഞ്ചിയം, ഒരു മൈക്രോസ്പൊറാഞ്ചിയത്തിനെ എൻലാർജ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര വലുതാക്കാൻ പറ്റുമോ എൻലാർജ് ചെയ്ത് കഴിഞ്ഞാൽ കാണുന്ന പിക്ചറാണിത്. എൻലാർജ്ഡ് വ്യൂ ഓഫ് മൈക്രോസ്പൊറാഞ്ചിയം. ഒരു മൈക്രോസ്പൊറാഞ്ചിയം അപ്പോഴും നമുക്ക് അവിടെ അതിൻ്റെ ഔട്ടർ ലെയർ ആയിട്ടുള്ള എപ്പിഡാമിസ് കാണാൻ പറ്റും. അതിൻ്റെ ഉള്ളിലുള്ള എൻഡോതീസിയം എന്ന് പറഞ്ഞ ലെയർ കാണാൻ പറ്റും. പിന്നെ അതിൻ്റെ ഉള്ളിലുള്ള മിഡിൽ ലെയേഴ്സ് കാണാൻ പറ്റും. എപ്പിഡാമിസ്, എൻഡോതീസിയം, മിഡിൽ ലെയേഴ്സ്, ഇത് 3 നമ്മൾ എന്താ പറഞ്ഞാൽ വോൾ ലെയേഴ്സ്. എന്തിനു വേണ്ടിയിട്ടാണ്? പ്രൊട്ടക്ഷൻ ഓഫ് ദ ഏന്തർ ആൻഡ് ഹെൽപ്പ് ഇൻ ഡെഹിസൻസ് ഓഫ് ഏന്തർ. ഏന്തറിനെ ഇതിൽ നിന്ന് പുറത്തേക്ക് പോകാനും അതുപോലെ ഏന്തറിനെ അതുവരെ യങ്ങിൽ നിന്ന് മെച്യൂർഡ് ആവണ വരെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള 3 വോൾ ലെയേഴ്സാണ്. ഇനി നോക്കുകയാണെങ്കിൽ നമ്മുടെ മൈക്രോസ്പൊറാഞ്ചിയത്തിൽ നമുക്ക് ഉള്ളിലായിട്ട് കാണാൻ പറ്റുന്ന ഒരു ലെയറാണ്, ഏറ്റവും ഇന്നർ ലെയറാണ് ടെപ്പീറ്റം. ഏറ്റവും ഇന്നർ മോസ്റ്റ് ലെയർ ഓഫ് മൈക്രോസ്പൊറാഞ്ചിയമാണ് ടെപ്പീറ്റം. ഇവിടെ നോക്കിയാലും നമുക്ക് ഒരു മൈക്രോസ്പൊറാഞ്ചിയം എടുത്താലും കാണാം എപ്പിഡമിസ്, എൻഡോതീസിയം, മിഡിൽ കഴിഞ്ഞാൽ ഏറ്റവും ഉള്ളിലുള്ള ലെയറാണ് ഈ ലെയറാണ് നമ്മുടെ ടെപ്പീറ്റം. ടെപ്പീറ്റത്തിൻ്റെ ഫങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇത് യങ് ആന്തറാണ്. ഈ യങ് ആന്തർ ഇതിൻ്റെ ഉള്ളിൽ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന യങ് ആന്തർ നറിഷ്മെൻറ്റ് കൊടുക്കാനുള്ള ഒരു ലെയറാണ് ടെപ്പീറ്റം. സോ ടെപ്പീറ്റത്തിൻ്റെ ഡ്യൂട്ടി എന്താണെന്ന് വെച്ചാൽ നറിഷിങ് ദ ഡെവലപ്പിംഗ് ആന്തർ. അതാണ് ടെപ്പീറ്റത്തിൻ്റെ ഡ്യൂട്ടി. ഇനി ആന്തർ എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിലായിട്ട് ആന്തർ ആദ്യം ഡെവലപ്പ് ചെയ്യുമ്പോൾ ഒരു കോമ്പാക്റ്റായിട്ട് ഹോമോജീനസ് എന്ന ഒരേപോലെയുള്ള കോമ്പാക്റ്റ് ആയിട്ടുള്ള കുറച്ച് സെല്ലുകളായിട്ടാണ് ആദ്യം കാണപ്പെടുക. ആ കോമ്പാക്റ്റ്ലി അറേഞ്ച്ഡ് ആയിട്ടുള്ള ഹോമോജീനസ് ആയിട്ടുള്ള സെല്ലുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്പോറോജീനസ് ടിഷ്യൂ. സ്പോറോജീനസ് ടിഷ്യൂ. സോ ഒരു ആന്തർ ഡെവലപ്പ് ചെയ്യുമ്പോൾ ഏറ്റവും ഇൻസൈഡായിട്ട് നമ്മുടെ ടെപ്പീറ്റത്തിൽ നിന്ന് നറിഷ്മെൻറ്റ് സ്വീകരിച്ചുകൊണ്ട് ആദ്യം അതിൻ്റെ ഉള്ളിൽ എന്തുണ്ടാവും? കോമ്പാക്റ്റ്ലി അറേഞ്ച്ഡ് ആയിട്ടുള്ള ഒരേപോലെയുള്ള ഹോമോജീനസ് ആയിട്ടുള്ള സ്പോറോജീനസ് ടിഷ്യൂകളുണ്ടാവും. ഈ സ്പോറോജീനസ് ടിഷ്യൂകളാണ് ഓരോ മൈക്രോസ്പൊറാഞ്ചിയത്തിൻ്റെയും സെൻറ്ററിലായിട്ട് ഉണ്ടാവാം. ഈ സ്പോറോജീനസ് ടിഷ്യൂ ആണ് ഡെവലപ്പ് ചെയ്ത് മൈക്രോസ്പൊറാഞ്ചിയത്തിൻ്റെ ഫർദർ ഡെവലപ്മെൻറ്റിന് സഹായിക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ ഈ സ്പോറോജീനസ് ടിഷ്യൂ ഡെവലപ്പ് ചെയ്തിട്ട് മൈക്രോസ്പോർ മദർ സെല്ലുകൾ ഉണ്ടാവും. അതാണ് മൈക്രോസ്പോർ. ഈ ടെപ്പീറ്റത്തിൽ നിന്ന് നറിഷ്മെൻറ്റ് സ്വീകരിച്ചുകൊണ്ടാണ് നമ്മുടെ മൈക്രോസ്പോർ മദർ സെല്ലുകൾ ഉണ്ടാവുന്നത്.
അത് ഡെവലപ്പ് ചെയ്ത് തുടങ്ങുന്നത് ഒരു കോമ്പാക്ട്ലി അറേഞ്ച്ഡ് ഹോമോജീനസ് ആയിട്ടുള്ള സ്പോറോജീനസ് ടിഷ്യൂയിൽ നിന്നാണ്. സ്പോറോജീനസ് ടിഷ്യൂ ആണ് മൈക്രോസ്പൊറാഞ്ചിയം ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നത്. ഈ മൈക്രോസ്പൊറാഞ്ചിയം പിന്നെ ഡെവലപ്പ് ചെയ്ത് മൈക്രോസ്പോർ മദർ സെല്ലായിട്ട് മാറും. ഈ മൈക്രോസ്പോർ മദർ സെല്ല് ഉണ്ടാവുന്ന ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് മൈക്രോസ്പോറോജെനിസിസ്.